ഗൾഫിനെ ആഘോഷത്തിമുറപ്പിലാക്കാൻ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വരാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കിടയിൽ ഖത്തർ വരുത്തി വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഖത്തർ വിപുലീകരിച്ചുകൊണ്ട് തങ്ങളുടെ മാറ്റങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സുപ്രധാന മാറ്റത്തിലേക്ക് ഒരുങ്ങുകയാണ് ഖത്തറിൽ ഇന്നു മുതൽ മാസ്ക് ധരിക്കാതെ തന്നെ പുറത്തിറങ്ങാം. തുറസായ സ്ഥലങ്ങളിലെന്ന പോലെ തന്നെ അടച്ചിട്ട പൊതു ഇടങ്ങളിലും സെപ്റ്റംബർ 1 മുതൽ മാസ്ക് നിബന്ധന ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ അമീരി ദിവാനിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അടച്ചിട്ട പൊതുസ്ഥലങ്ങളിൽ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിലാണ് മാസ്ക് ധാരണത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് മന്ത്രിസഭാ യോഗം രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്കകത്തും പൊതുഗതാഗത സംവിധാനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന നിബന്ധന തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ സ്ഥാപനങ്ങളിലെ സന്ദർശകർക്കും ജീവനക്കാർക്കും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ അടച്ചിട്ട സ്ഥലങ്ങളിൽ ഉപഭോക്താക്കളുമായി മുഖാമുഖം ഇടപെടേണ്ടി വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും തൊഴിലാളികളും അവരുടെ ജോലി സമയത്ത് മാസ്ക് നിർബന്ധമായും ധരിക്കണം. എന്നാൽ ഖത്തർ ഇത് 2ാം തവണയാണ് മാസ്ക് ധരിക്കണമെന്ന നിബന്ധന ഒഴിവാക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ സാരമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിബന്ധന കൈക്കൊണ്ടത്. എന്നാൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച സാഹചര്യത്തിൽ ജൂലൈ ആദ്യത്തോടെ വീണ്ടും മാസ്ക് നിർബന്ധമാക്കുകയായിരുന്നു. ക്രമേണ കോവിഡ് നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന് തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ഒഴിവാക്കുകയും അടച്ചിട്ടയിടങ്ങളിൽ നിബന്ധന തുടരുകയുമായിരുന്നു. നിലവിൽ കഴിഞ്ഞ ഒരാഴ്ച പുതിയ കോവിഡ് കേസുകൾ വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം അധികൃതർ കൈക്കൊണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.